ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇസു ആണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫാത്തിമ. ഏറെക്കുറെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. പലപ്പോഴും ഈ ഫാത്തിമ എന്നുള്ള പുസ്തകം വായിക്കുമ്പോൾ പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള പുസ്തകമാണ് എന്നുള്ളത്. പക്ഷേ ഇതൊരു കുടുംബ നോവലാണ്. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. ആദ്യത്തെ ചില അധ്യായങ്ങൾ കേട്ടോ. അങ്ങാടിപ്പുറത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന വലിയൊരു ആൽമരം, ചുറ്റുവട്ടത്തിൽ ഒരു തടം, അതിനുമീതെ മുളകൾ വലിച്ചു കെട്ടിയുണ്ടാക്കിയ വലിയൊരു ഇരിപ്പിടവും. വൈകിട്ട് 4 മണിയോട് അടുക്കുമ്പോഴേക്കും ബന്ധങ്ങളുടെ ഉറപ്പ് കൂട്ടാൻ ഒരു ഒത്തുകൂടലും അവിടെ നിർബന്ധമാണ്. പിന്നെ കാരണവന്മാരുടെ സ്വറപറച്ചിലും ഒച്ചയും ബഹളവുമായിരിക്കും. തൊട്ടടുത്ത പറമ്പിൽ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന ആർപ്പുവിളിയും, ദിനേശേട്ടൻ്റെ ചായക്കടയിൽ തിളച്ച എണ്ണയിലേക്ക് പഴം മാവിൽ മുക്കി പൊരിക്കുന്നതിൻ്റെ ഗന്ധവും, ഇതെല്ലാം ആ നാടിൻ്റെ ദിനചര്യയിൽപ്പെട്ട ഒന്നാണ്. അതിനുശേഷം അങ്ങാടിപ്പുറം ഒന്ന് നിശബ്ദമാകണമെന്നുണ്ടെങ്കിൽ ഉസ്താദ് പള്ളിയിൽ നിന്നും മഗ്‌രിബ് ബാങ്ക് വിളിക്കണം. "ഇന്നെന്താ ഹമീദിനും റഹീമിനും പറ്റിയത്? അവരെ കണ്ടില്ലല്ലോ?" സുലൈമാനിക്ക് ചോദിച്ചു. "ഹമീദിന് പനിയാണത്രേ. ഇന്ന് രാവിലെ ജമീല വീട്ടിലേക്ക് വന്നപ്പോൾ പറഞ്ഞീനു." ഹമീദിൻ്റെ അയൽവാസിയായ ഷെരീഫ്ക പറഞ്ഞു. "എന്നാ പിന്നെ റഹീമിനെയും നോക്കണ്ട. ഹമീദില്ലെങ്കിൽ റഹീമും വരൂല. ഡാ ഷെരീഫേ, നിസ്കാരം കഴിഞ്ഞിട്ട് ഞമ്മക്ക് ഹമീദിൻ്റെ വീട് വരെ ഒന്ന് പോകണം. ഓനെ ഒന്ന് കാണുകയും ചെയ്യാം. പിന്നെ ഒരു അത്യാവശ്യ കാര്യം ഓനോട് പറയാനുണ്ട്." "ആ, അതിനെന്താ, നമുക്ക് പോകാലോ. എന്താപ്പോ ഓനോട് മാത്രം ഒരു കാര്യം പറച്ചില്, ഞമ്മളോടൊന്നും പറയില്ലെന്നുണ്ടോ?" ചിരിച്ചുകൊണ്ട് ഷെരീഫ്ക ചോദിച്ചു. "ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇത് ഓൻ്റെ മോൾക്കൊരു കല്യാണക്കാരിയുണ്ട്. ആ, എന്തായാലും ബാങ്ക് വിളിക്കാനായി. നമുക്ക് പള്ളിയിലേക്ക് പോയാലോ?" അന്ന് എന്നത്തേതിലും നേരത്തെ തന്നെ അവരുടെ സ്വറപറച്ചിൽ അവസാനിച്ചു. നിസ്കാരം കഴിഞ്ഞ് അവർ ഹമീദിൻ്റെ വീട്ടിലേക്ക് നടന്നു. ചെറിയൊരു ഓടിട്ട വീട്. ഹമീദും 2 പെൺമക്കളും ഹമീദിൻ്റെ സഹോദരി ജമീലയും അടങ്ങിയ ഒരു ചെറിയ കുടുംബം. ഭാര്യ സൗദ മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു. അതേ വർഷത്തിൽ തന്നെയാണ് ജമീല ബന്ധം തീർത്ത് വീട്ടിലേക്ക് വന്നത്. മാനസികവും ശാരീരികവുമായ ഭർത്താവിൻ്റെ ഉപദ്രവങ്ങൾ സഹിച്ച് 4-5 വർഷം അവൾ തള്ളി നീക്കി. പിന്നെ ഉപദ്രവങ്ങൾ തീർത്തും സഹിക്കാൻ വയ്യാതെയാണ് അവൾ അവിടെ നിന്നും ഇറങ്ങി വന്നത്. കാര്യങ്ങൾ അറിഞ്ഞ ഹമീദ് സ്വന്തം പെങ്ങളെ പിന്നീട് അവർക്ക് വിട്ടുകൊടുത്തില്ല. ഇപ്പോൾ അവൾ അടുത്തുള്ള ഒരു ചെരുപ്പ് കമ്പനിയിൽ ജോലിയെടുത്തിട്ടാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. "അസ്സലാമു അലൈക്കും. എന്താ ഹമീദേ, പനിയൊക്കെ മാറിയോ?" എന്നും ചോദിച്ചുകൊണ്ട് രണ്ടുപേരും വീട്ടിലേക്ക് കയറി. ഹമീദും റഹീമും വീടിൻ്റെ കൊലായിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. "ആ, ആരിത്? സുലൈമാൻ ഖയോ, കയറിയിരിക്കി." ശബ്ദം മനസ്സിലാക്കിക്കൊണ്ട് അന്ധനായ ഹമീദ് പറഞ്ഞു. "അവൻ ജന്മനാ ഒരു അന്ധനാണ്. റഹീമാണ് അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. അന്ധനായതുകൊണ്ട് തന്നെ അവനക്ക് ചെറുപ്പത്തിൽ കൂട്ടുകാരില്ലായിരുന്നു. സങ്കടം കാരണം എന്നും അവൻ ഉമ്മയോട് പരാതി പറയുമായിരുന്നു. അപ്പോഴെല്ലാം ഉമ്മ പറയും, 'നിന്നെ മനസ്സിലാക്കുന്ന ഒരു നല്ല കൂട്ടുകാരൻ നിന്നിലേക്ക് വരുമെന്ന്.' ഉമ്മാൻ്റെ വാക്കുപോലെ തൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഒരു നല്ല കൂട്ടുകാരനാണ് റഹീം. വൈകിട്ട് അവിടേക്ക് കാണാതായപ്പോൾ തന്നെ ഞാൻ മനസ്സിലുറപ്പിച്ചതാ റഹീം ഹമീദിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്നത്. എന്താ റഹീമേ, ഇന്ന് പരിപാടിയൊന്നുമില്ലായിരുന്നോ?" "ഏയ്, ഇന്ന് ഇവിടെയും ഇല്ലായിരുന്നു. ഞാൻ അങ്ങാടിക്ക് വരാൻ ഇറങ്ങിയതാ. ഇവിടെ വന്നപ്പോൾ ജമീല പറഞ്ഞ് ഹമീദിന് വയ്യാന്ന്. അപ്പോൾ പിന്നെ ഞാനും ഇവിടെ കൂടി." റഹീം പറഞ്ഞു. "അവൻ ആ നാട്ടിലെ ഒരു പേരുകെട്ട പണ്ടാരിയാണ്." "ജമീല, ആരൊക്കെയാ ഈ വന്നത് എന്ന് നോക്കിയേ. ഇജ്ജ് കുറച്ച് ചായ ഇങ്ങോട്ട് എടുക്ക്." ഹമീദ് കോലായിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. "ആരൊക്കെയാ ഇത്? കുറേ നാളായല്ലോ നിങ്ങൾ ഈ വഴിക്കൊക്കെ വന്നിട്ട്." ജമീല പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. "ഹാ, 4-5 മാസമായി കാണും. അന്ന് ഉമ്മാൻ്റെ ആണ്ടിന് വന്നതാ. നിങ്ങൾ സംസാരിച്ചിരിക്കി, ഞാൻ ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി." "പിന്നേയ് ഹമീദേ, എന്നോട് മേലത്തോടയിലെ ബീരാൻക ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞേക്കണ്." "എന്തേ? എന്തു പറ്റി സുലൈമാനിക്ക?" "കഴിഞ്ഞ മാസം മേലത്തോടയിലെ കല്യാണത്തിന് നമ്മുടെ പാത്തു പോയിനില്ലേ?" "ആ, ഓള് പോയിനു. ഓടെ അടുത്ത കൂട്ടുകാരി അവിടുത്തെ സൈനുവിൻ്റെ മോള്. അന്ന് അവിടുന്ന് ബീരാൻകാൻ്റെ പെങ്ങളെ മോന് പാത്തുവിനെ കണ്ട് ഇഷ്ടപ്പെട്ടിക്കണത്രേ. മാത്രമല്ല, ഓൻ വേറെയും എവിടെ നിന്നൊക്കെ കണ്ടിട്ടുണ്ടാവളെ. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഒരു പെണ്ണിനെ കാണാൻ വന്നോട്ടെ എന്ന് ചോദിക്കാൻ പറഞ്ഞു." "ഏയ്, അതൊന്നും ശരിയാവില്ല സുലൈമാനിക്ക." "അതെന്താ ഹമീദേ, നല്ലൊരു ബന്ധമല്ലേ ഇത്?" ഷെരീഫ്ക ചോദിച്ചു. ചായയുമായി വന്ന ജമീല അവരുടെ സംസാരം കേട്ട് കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു. "ആ ബന്ധത്തോട് എനിക്കും വലിയ താല്പര്യമില്ല. നിങ്ങൾക്ക് അറിയണതല്ലേ നമ്മുടെ ഉമ്മാക്ക് വന്ന അവസ്ഥ. ആ ഗതി ഞങ്ങളുടെ പാത്തൂനുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അവരോട് ഈ ബന്ധം വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞാളി." "ഏയ്, ഇത് അങ്ങനത്തെ കൂട്ടരല്ല ഹമീദേ. എനിക്കവരെ ചെറുപ്പം മുതലേ അറിയാലോ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും നമ്മുടെ പാത്തൂന് ഇവിടെ ഉണ്ടാകൂല. അത് ഞാൻ എനിക്ക് വാക്ക് തരാം. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ അവരോട് പറഞ്ഞേക്കണ്. അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല." സുലൈമാനിക്ക അവരോട് രണ്ടുപേരോടും കൂടെ പറഞ്ഞു. അവർ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. സുലൈമാൻകാക്ക് അവരുടെ മൗനം സമ്മതമായി തോന്നി. ഇത് ഈ പുസ്തകത്തിലെ ചെറിയൊരു അധ്യായം മാത്രമാണ്. കാരണം ഈ പുസ്തകം എന്ന് പറയുന്നത് തീർത്തും ഒരു കുടുംബജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു പുസ്തകമാണ്. ഒറ്റയിരിപ്പിൽ വായിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ചുരുങ്ങിയ പേജുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ
പലപ്പോഴും എന്താ കണ്ണ് നിറയാനൊക്കെ സാധ്യതയുണ്ട്. അമ്മരത്തെ ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ എഴുത്തുകാർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എഴുതിയിട്ടുള്ള ആൾ അനീന നസ്രീനാണ്. പുസ്തകം എന്താ എൻ്റെ ഒരു ആകത്തുക പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരാളെ തെറ്റുകാരനാക്കിയിട്ട് ആ തെറ്റുകാരനാക്കിയിട്ടുള്ള ആളുടെ മാനസികാവസ്ഥ എന്താവുമെന്ന് നമ്മൾ വല്ലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ ഒരു അവസ്ഥയും കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ പുസ്തകം ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു പുസ്തകവുമായിട്ട് വീണ്ടും കാണാം. സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.